കോട്ടയം സ്റ്റൈൽ കള്ളപ്പവും കടലക്കറിയും കണ്ടല്ല. സോ വെരി സോഫ്റ്റ്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിന്റെ പേര് കോട്ടയം സ്റ്റൈൽ കള്ളപ്പം എന്നാണ് പറയണത്. സൂപ്പർ. അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോഴിഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴും നമ്മുടെ കോട്ടയം സ്റ്റൈൽ കള്ളപ്പം. ഹായ് കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഗ്ലാസ്സിലാണ്. അപ്പോൾ 2 ഗ്ലാസ് വൈറ്റ് റൈസ്. അപ്പോൾ ഇത് രാവിലെ ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ടൊന്നാക്കാം. അപ്പോൾ 2 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി 1 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുത്തവൻ കണ്ടല്ലോ, ഇങ്ങനെ കുത്തി കുമ്മിച്ചെടുത്തിട്ടില്ല, കണ്ടല്ലോ, ഇങ്ങനെ ഈ നിരപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിയും 2 ഗ്ലാസ് എന്ന് പറയുന്നത് അതുപോലെയാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് ചോറ്. ഞാൻ ഇപ്പം വൈറ്റ് റൈസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വൈറ്റ് റൈസ് എടുത്തത്. അല്ലാത്ത മട്ട അരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കളർ വ്യത്യാസം വരും, അത്ര തന്നെ. 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്. 6 കൊച്ചുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ഇട്ട് കൊടുക്കാം. ഷുഗർ പിന്നെ കുറച്ചിട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 1 ടീസ്പൂൺ ആക്റ്റീവ് വേസ്റ്റ്. ഇനി ഇതിലേക്ക് തേങ്ങാ വെള്ളം. ഇനി ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ അരി കണ്ടല്ല അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി ഓവർനൈറ്റ് വെച്ചിരുന്നിട്ട് നാളെ രാവിലെ എടുക്കും. അപ്പോഴും കൂട്ടുകാരെ, നമ്മൾ ഇന്നലെ അരച്ച് വെച്ചിരുന്ന മാവ് നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണാൻ കണക്കാക്കി കുറച്ചുകൂടെ ഒന്ന് ചെറിയ പാത്രത്തിൽ എടുത്തതാണ്. അപ്പം നമ്മൾ അരച്ച് വയ്ക്കുമ്പം തീർച്ചയായിട്ടും വലിയ പാത്രത്തിൽ തന്നെ അരച്ച് വെക്കണം, അല്ലെങ്കിൽ പുളിച്ച് പൊങ്ങി കളയും. അപ്പോഴിന്നലെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോഴിന്നിനി ഉപ്പിടാം. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ചെയ്യുന്നത്. ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ഞങ്ങളുടെ കണ്ടല്ല കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴിതുപോലെ ഹോൾസ് വരുമ്പോഴത്തേന് ഒന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ ദോശ ഉണ്ടല്ലോ, ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴേ കണ്ടല്ല കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ കോട്ടയം സ്റ്റൈൽ കള്ളപ്പം.
എന്നാണ് പറയുന്നത്, എനിക്കറിഞ്ഞൂടാ. എൻ്റെ നല്ല സൂപ്പറായിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ പരത്താൻ പാടില്ല, ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഹോൾസ് വീണ് തുടങ്ങുമ്പോഴത്തേന് അടച്ചു കൊടുക്കുക. എന്തെല്ലാം നല്ലതുപോലെ ഹോൾസ് ഒക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തില്ല. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതും അതുപോലെ തന്നെയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇനി കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 മീഡിയം സൈസ് സവാളയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇതിനെ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ കടല ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ടിരുന്നിട്ട് 5 വിസിൽ കൊടുത്ത് വേവിച്ചെടുത്തതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിന് ശേഷം 1 പിടി തേങ്ങ, 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ. അതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം.
അതിനുശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന കടല ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നിട്ട് 5 വിസിൽ കൊടുത്ത് എടുത്തതാണ്. അപ്പോൾ ആ കടല വെന്ത വെള്ളം എല്ലാം കൂടെയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇതിനെ ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഓയിൽ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു വലിയൊരു തക്കാളിപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കറി ഇവിടെ തിളച്ച് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ ഇതിലെ തേങ്ങ വറുക്കണ ഭാഗം ക്യാമറ ഓഫായി പോയി. അപ്പോൾ തേങ്ങയുടെ കൂട്ടത്ത് 2 കഷ്ണം പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്ത് പെരിഞ്ചീരകമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താൽ മതി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കടുക് താളിച്ചെടുത്താൽ മാത്രം മതി. ഇവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് അതിനുശേഷം കറി വേവിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോഴും നമ്മുടെ അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.